ഈ ഇരട്ടത്താപ്പെന്ന് പറയുന്നത് നമുക്ക് ഗുണകരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ തലവനാണ് നരേന്ദ്രമോദി എന്നാണ്. നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ നേതൃസ്ഥാനത്തിരുന്ന ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലേക്ക് വരുന്ന സമയത്ത് ട്രംപ് മോദിയോട് ഈ ഫ്രണ്ട്ഷിപ്പ് കാണിക്കാറുണ്ട് ഇല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ആ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ലാതാക്കിയാണ്. പക്ഷേ ട്രംപ് പറഞ്ഞു യുദ്ധം ഞാനാണ് നിർത്തിയത്, റഷ്യയിൽ നിങ്ങൾ എണ്ണ വാങ്ങിയിരുന്നു. അവിടെയാണ് ഇന്ത്യയുടെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപിനോടും അമേരിക്കയോടുമുള്ള ഇന്ത്യയുടെ കീഴ്പ്പെടൽ അല്ലെങ്കിൽ വിധേയത്വം ഇത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ അതിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി, അതിലെ നേതാക്കൾ, UDF ഒക്കെ ഇതിനെ ഒന്നടങ്കം ചോദ്യം ചെയ്യുകയാണ്. ഈ കീഴ്പ്പെടൽ അല്ലെങ്കിൽ ഈ വിധേയത്വം, അതിൽ നിന്ന് മോദി ഇന്ത്യയൊക്കെ ഒന്ന് വേണ്ട അല്ലെങ്കിൽ അതിൽ നിന്ന് ഉണർന്നു വരേണ്ടേ? എന്തുകൊണ്ട് അങ്ങനെ ഇന്ത്യക്ക് സാധിക്കുന്നില്ല? അമേരിക്കയ്ക്ക് മുമ്പിൽ സമ്പൂർണ്ണമായി കീഴ്പ്പെടുന്ന ആ നിലപാടിൽ നിന്ന് ഇന്ത്യ എന്തുകൊണ്ട് മാറി നിൽക്കുന്നില്ല? അതായത് ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തോട് സ്വീകരിക്കുന്ന സമീപനം ആ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയുടെയും ആ ഭരണാധികാരിയെ നയിക്കുന്ന പാർട്ടിയുടെയും നയ സമീപനങ്ങളുമായി വളരെ ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. നരേന്ദ്രമോദി എക്കാലത്തും ഒരു അമേരിക്കൻ പ്രേമിയായിരുന്നു. അമേരിക്കൻ പ്രേമിയാകുക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ആശയങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതുകൂടി അതിന് അർത്ഥമുണ്ട്. അമേരിക്കൻ ആശയങ്ങൾക്കൊപ്പം നിൽക്കുന്ന സമയത്ത് പലപ്പോഴും അത് ഇന്ത്യൻ ഐഡൻറ്റിറ്റിക്ക് എതിരായിട്ട് മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ട്രംപിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് അഭിമാനകരമായ കാര്യമായി മോദി എപ്പോഴും കണ്ടിട്ടുണ്ട്. മൈ ഫ്രണ്ട് മോദി എന്നാണ് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞത്. പക്ഷെ നോക്കൂ, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലേക്ക് വരുന്ന സമയത്ത് ട്രംപ് മോദിയോട് ഈ ഫ്രണ്ട്ഷിപ്പ് കാണിക്കാറുണ്ടോ? ഇല്ല. കാരണം എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഇത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. നമ്മൾക്ക് ഏറ്റവും ലാഭകരമായിട്ട് എണ്ണ തരാൻ തയ്യാറായത് റഷ്യയാണ്. റഷ്യക്ക് അതിന് കാരണങ്ങളുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് റഷ്യ ഉപരോധിക്കാനായിട്ട് അമേരിക്ക പ്രഖ്യാപിക്കാൻ. അപ്പോഴാണ് ആ ഉപരോധത്തെ മറികടക്കാൻ റഷ്യ പുതിയ മാർഗം സ്വീകരിച്ചു. റഷ്യ പറഞ്ഞു, ഞങ്ങൾ എണ്ണ തരാം, വിലക്കുറവിന് തരാം, മാത്രമല്ല അമേരിക്കൻ ഡോളർ വേണ്ട, അതിന് പകരം ഇന്ത്യയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇന്ത്യക്ക് വളരെ സ്വീകാര്യമായി. ഇന്ത്യ എണ്ണ വാങ്ങി. അപ്പോൾ ട്രംപ് പറഞ്ഞു ഇങ്ങനെ എണ്ണ വാങ്ങാൻ പാടില്ല, കാരണം ഇത് യൂറോപ്യൻ യൂണിയൻ അടക്കം അമേരിക്ക നിരോധിച്ചതും പ്രതിരോധത്തിലാക്കിയ ഒരു രാഷ്ട്രമാണ് റഷ്യ. റഷ്യയിൽ നിങ്ങൾ എണ്ണ വാങ്ങിയിരുന്നു. അവിടെയാണ് ഇന്ത്യയുടെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കാണ്. അവിടെ ഇന്ത്യ ആരുടെ എണ്ണ വാങ്ങണം വാങ്ങണ്ട എന്ന് തീരുമാനിക്കുന്ന ഇന്ത്യയാണ്, അല്ലാണ്ട് ട്രംപ് അല്ല. ഇത് വിളിച്ചു പറയുന്നില്ല മോദി. പകരം എന്ത് ചെയ്യുന്നുണ്ട്? ട്രംപ് അങ്ങനെ പറഞ്ഞാലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ അമേരിക്കക്കെതിരെ ഒന്നും പറയുന്നില്ല, പക്ഷേ ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ച് അമേരിക്ക പറയുന്നത് കേൾക്കാതെ തന്നെ മുന്നോട്ട് പോകുന്ന രീതി ട്രംപ് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ അതൊരു ഇരട്ടത്താപ്പാണ്. ഈ ഇരട്ടത്താപ്പെന്ന് പറയുന്നത് നമുക്ക് ഗുണകരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ തലവനാണ് നരേന്ദ്രമോദി എന്നാണോ മനസ്സിലായി. നരേന്ദ്രമോദി അങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെയും അതേപോലെ തന്നെ നരേന്ദ്രമോദിയെ പിന്താങ്ങുന്ന BJPയുടെയും RSSൻ്റെയും ഒക്കെ നയവുമായിട്ട് അതിന് ബന്ധമുണ്ട്. കാരണം പൊതുവേ RSSും BJPയും ഒക്കെ ഒരു അമേരിക്കൻ പക്ഷപാതം പുലർത്തുന്ന സാമ്രാജ്യത്തിനൊപ്പം നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് അവരുടെ നയത്തിനനുസരിച്ചാണ് നരേന്ദ്രമോദി അവിടെ പെരുമാറുന്നത്. വ്യക്തിപരമല്ല നരേന്ദ്രമോദിയുടെ തീരുമാനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും സ്വീകരിക്കുന്ന സമീപനമാണ്. ഇത് പലപ്പോഴും അമേരിക്കയ്ക്ക് കീഴടങ്ങുന്നതല്ലേ എന്ന് പലരും ചോദിക്കാം. പക്ഷേ അവരുള്ളിൽ കയറുന്ന കീഴടങ്ങലല്ല, കിട്ടുന്ന സൗകര്യം
നോക്കി നമ്മൾ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നു എന്ന് മാത്രം. അമേരിക്ക പറയുന്നതൊന്നും നമ്മൾ കേൾക്കുന്നില്ല. അമേരിക്കയും അതേപോലെ തന്നെ ഇന്ത്യയും തമ്മിലുള്ള കരാറുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വന്ന സമയത്ത് ആ കരാർ എങ്ങനെയാണ് എന്ന് പറഞ്ഞത് ഇന്ത്യയല്ല, അമേരിക്കയാണ് പറഞ്ഞത്. അപ്പോഴും നമ്മളുടെ പല ആളുകളും ചോദിച്ചു, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു കരാറുണ്ടായിക്കഴിഞ്ഞാൽ ആ കരാറിനെക്കുറിച്ച് ഇന്ത്യക്കാരോട് സംസാരിക്കാനായിട്ടുള്ള ബാധ്യതയും ഉത്തരവാദിത്വം ഇന്ത്യക്കല്ലേ, അമേരിക്ക കാണും എന്ന്. ശരിയാണ്, അമേരിക്കക്ക് അതിൽ എന്ത് ഉത്തരവാദിത്വം, അമേരിക്കക്ക് എന്ത് കാര്യം അത് ഇന്ത്യക്കാരോട് സംസാരിക്കാൻ? എവിടെയായിരിക്കും ഇന്ത്യക്ക് പിഴച്ചു പോകുന്നത്? ഇന്ത്യക്ക് എവിടെയാണ് പിഴച്ചു പോകുന്നത്? ഇന്ത്യക്ക് പിഴച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യക്ക് അതിൻ്റേതായ പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള സൗകര്യം ഇതിൻ്റെ മറവിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പുറത്തിങ്ങനെയൊക്കെ പറയും, പക്ഷേ ഇന്ത്യയുടെ കാതലായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരിക്കലും അമേരിക്ക ഇടപെടാവുന്ന ഒരു അവസരം ഉണ്ടാക്കുന്നില്ല എന്നുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വാപൊളിയൻ്റെ സ്വഭാവത്തിൽ സംസാരിക്കുന്നവരാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ആ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ലാതാക്കിയാണ്. പക്ഷേ ട്രംപ് പറഞ്ഞു, യുദ്ധം ഞാനാണ് നിർത്തിയത്, എനിക്ക് നോബൽ സമ്മാനം നൽകണം എന്ന് വരെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വെറുതെ ഒരു വായാടിയായ മനുഷ്യൻ്റെ ശബ്ദങ്ങളായിട്ട് കണക്കാക്കി ഇന്ത്യയുടേതായിട്ടുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെയാണ് പൊതുവിൽ പ്രത്യക്ഷത്തിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് വിധേയത്വം പുലർത്തുന്ന രാജ്യമായി പ്രവർത്തിക്കുന്നതെന്ന് തോന്നലുണ്ടാകും. സത്യത്തിൽ അതങ്ങനെയാകണം എന്നില്ല. ഇന്ത്യയുടെ ഈ പുതിയ കാല രീതികൾ എന്ന് പറയുന്നത് പഴയതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. തുറന്ന സമീപനം നമുക്കിപ്പോൾ ഇല്ല. നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ നേതൃസ്ഥാനത്തിരുന്ന ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ സഹായം കിട്ടുന്നതെല്ലാം ഇന്ത്യ സ്വീകരിക്കും. ചൈനയുടെ സഹായം കിട്ടിയാൽ അത് സ്വീകരിക്കും. അമേരിക്കയുടെ സഹായം കിട്ടിയാൽ അത് സ്വീകരിക്കും. ഇറാൻ്റെ സഹായം കിട്ടിയാൽ അത് സ്വീകരിക്കും. ഇസ്രയേലിൻ്റെ സഹായം കിട്ടിയാൽ അത് സ്വീകരിക്കും. നോക്കൂ, ലോകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഇങ്ങനെ ബന്ധപ്പെടുന്ന രാഷ്ട്രങ്ങൾ പരസ്പരം ശത്രുതാപരമായിട്ടുള്ള സംഘർഷാത്മാവസ്ഥയിൽ കഴിയുന്ന രാഷ്ട്രങ്ങളാണ്. അമേരിക്കയും അതുപോലെ ഇറാനും തമ്മിൽ സംഘർഷത്തിലാണ്, യുദ്ധമുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷത്തിലാണ്, യുദ്ധമുണ്ട്. പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നു? അമേരിക്കയോടും ഇസ്രായേലിൻ്റെ അടുത്തും ഇറാനോടും നമ്മളുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചില ഞെടുക്ക് വിദ്യകൾ നടത്തി നമ്മളുടെ കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രത്യേകിച്ച് മുഖം ഒന്നും ഇല്ലാത്ത തരത്തിലാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദി നമ്മളോടും ലോകത്തോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ടാകും. ആളുകൾ പറയുന്നത് പോലെ പെട്ടെന്ന് ട്രംപിനെതിരെ പൊട്ടിത്തെറിക്കുക, പോടാ ട്രംപ് എന്ന് മോദിയെ കൊണ്ട് വിളിപ്പിക്കുക, ഇതൊന്നും നയതന്ത്രപരമായിട്ടുള്ള ഒരു സമീപനമല്ല. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ സ്വീകരിക്കുന്നത് അത്തരത്തിലുള്ളൊരു നിലപാട് തന്നെയല്ലേ? അത് തന്നെയല്ലേ ഒരു രാജ്യം കൈക്കൊള്ളേണ്ടത്? അല്ലേ, ഇന്ത്യ സ്വീകരിക്കുന്ന ഇപ്പോഴത്തെ നയം എന്ന് പറയുന്നത് പുറത്ത് നമുക്ക് ബാനർ കെട്ടി ആഘോഷിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ നമ്മളുടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ പൊതുവെ അതിനകത്ത് മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ നിന്നാൽ മാത്രമാണ് വലിയ പരിക്കില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് നാം ചൈനയുമായി നല്ല ബന്ധം പുലർത്തുന്നു, റഷ്യയുമായിട്ട് ബന്ധം പുലർത്തുന്നു, അമേരിക്കയായിട്ട് ബന്ധം പുലർത്തുന്നു, ഇസ്രായേലുമായിട്ട് ബന്ധം പുലർത്തുന്നു, ഒപ്പം ഇറാനുമായിട്ട് ബന്ധം പുലർത്തുന്നു. ഇറാൻ്റെ എണ്ണ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മളിവിടെ ലോകം സംഘർഷത്തിലാണ്. ആ സംഘർഷമൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. അതാത് രാഷ്ട്രങ്ങളെ മാത്രം ബാധിക്കുന്നതാണ്. അതൊക്കെ നിങ്ങൾ തമ്മിൽ പരിഹരിച്ചോളൂ. ഞങ്ങൾക്കതിൽ പങ്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സാമാന്യമായിട്ടും ഫണ്ടമെൻ്റൽ നീഡ്സ് എന്നൊക്കെ പറയുന്നത് പോലെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിൽ ഈ രാഷ്ട്രങ്ങളോടൊക്കെ ബന്ധപ്പെടുന്നു എന്ന് മാത്രമേ. ഇതാണ് തൽക്കാലം ഇന്ത്യയുടെ പോളിസി എന്നുള്ളതാണ്. ഇതൊരു ലോങ് ലാസ്റ്റിംഗ് പോളിസിയായിട്ട് കണക്കാക്കേണ്ടതില്ല. സംഘർഷഭരിതമായി നിൽക്കുന്ന ഇന്നത്തെ ലോകത്ത് സ്വീകരിക്കാവുന്ന കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പൊസിഷൻ എന്ന നിലക്കാണ് ഇന്ത്യ ഇത്തരത്തിലുള്ളൊരു സ്ഥാനമെടുത്ത് എല്ലാവരുമായിട്ട് ഇടപെട്ട് എല്ലാവരുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകും.